എല്ലാവർക്കും ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുക. ഓണക്കാലത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 2 മാസത്തെ പെൻഷൻ കിട്ടുമോ, ഒന്നിച്ച് കിട്ടുമോ, അല്ലെങ്കിൽ 1 മാസത്തെ പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. അതിനോടുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ. കൃത്യമായ ഒരു വിവരശേഖരണത്തിനായി DBT ഓഫീസുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. തുടർന്നുണ്ടായ സംഭാഷണത്തിന്റെ കോൾ റെക്കോർഡിംഗ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഞാനേ ആലപ്പുഴ ആണ് വിളിക്കുന്നത്. ആലപ്പുഴ മുഹമ്മ. ആ ഓക്കെ, ഈ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പ് വന്നായിരുന്നോ? പേരെന്താണ്? എൻ്റെ ഷാൻ എന്ന് പറയും. ഓക്കെ. അത് ഈ 20-21 കിട്ടുവേ. എത്ര മാസത്തെയാണേ? 1 മാസത്തെ. ഓണത്തിന് മുമ്പ് 1 മാസത്തെ ഉള്ളോ? 2 മാസം ഇല്ല അല്ലേ? ഓക്കെ, കൺഫേം അല്ലേ അത്? അതെ. ഓക്കെ, ശരി. 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഇത്തവണ ഒന്നിച്ചില്ല എന്ന ദുഃഖകരമായ വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. എന്നാൽ 1 മാസത്തെ ക്ഷേമ പെൻഷൻ ഏതാണ്ട് 20-21 തീയതികളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നിലവിൽ പ്രതിമാസം 2000 രൂപ എന്ന നിരക്കിലാണ് നൽകുന്നത്. 2025 നവംബർ മുതൽ 1600 രൂപയിൽ നിന്ന് 2000 രൂപയെ വർദ്ധിപ്പിച്ച നിരക്കിലാണ് പെൻഷൻ വിതരണം നടക്കുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 14,500 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും സംസ്ഥാന ബജറ്റ് രേഖ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2025 ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്തിരുന്നു. അന്ന് 2 ഗഡുക്കളായി ആകെ 3200 രൂപ വീതം നൽകുകയും ഓഗസ്റ്റ് 23 മുതൽ വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 62 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 1679 കോടി രൂപയാണ് അന്ന് അനുവദിച്ചത്. പക്ഷേ അത് 2025 തീരുമാനമായിരുന്നു. 2026 അതേ രീതിയിൽ തന്നെ ആയിരിക്കുമെന്ന് പഴയ വാർത്തയെടുത്ത് പുതിയ വാർത്തയെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. വർഷം മാറിയിട്ടും പഴയ സ്ക്രീൻഷോട്ടിന് മാത്രം പ്രായം കൂടാത്ത അത്ഭുത പ്രതിഭാസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പതിവാണ്. ഇതേസമയം ഇത്തവണ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വർഷം 1600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ ഇപ്പോൾ 2000 രൂപയായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് 1 മാസത്തെ സാധാരണ പെൻഷൻ തന്നെ 2000 രൂപയാണ്. ഓണത്തിന് മുൻപ് പെൻഷൻ നേരത്തെ ലഭിച്ചാൽ അത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. മരുന്ന് വാങ്ങാനും വീട്ടു സാധനങ്ങൾ വാങ്ങാനും ചെറിയ രീതിയിലാണെങ്കിലും ഓണം ആഘോഷിക്കാനും ഈ തുക ആശ്രയിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. വിതരണം വൈകാതെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.